നിങ്ങളുടെ ഉടയ തമ്പുരാൻ അവൻ ഗഫൂറാണ്, അവൻ എല്ലാ പാപങ്ങളെയും പുറത്തു തരുന്നവനാണ്, അവൻ റഹീമാൻ, അവൻ മൃദു സമീപനം സ്വീകരിക്കുന്ന കാരുണ്യവാരിധിയാണ്, കാരുണ്യത്തിന്റെ നീലസാഗരമാണ്, കാരുണ്യത്തിന്റെ ആർദ്രമായ പാരാവാരമാണ്. അപ്പൊ നമ്മളെപ്പോഴും ഈമാനിനോടുള്ള ഒരു മഹബത്ത് നമ്മുടെ ഹൃദയ ഭിത്തികളിൽ ഒട്ടിച്ച് നിർത്തണം. അതുകൊണ്ടാണല്ലോ നബി തങ്ങൾ ദുആ ചെയ്തത്, കണ്ണുമഞ്ഞളിക്കുന്ന വർണ്ണാഭങ്ങളുടെ വർണ്ണശബളിമയുടെ അധാർമിക പേക്കൂത്തുകളുടെ കാലഘട്ടത്തിൽ നമ്മളും നമ്മുടെ മക്കളും വളരുമ്പോ പാർശ്വഭാഗങ്ങളിൽ കാണുന്ന കാഴ്ച അത് തീയതാണോ, അത് നന്മയാണോ, പടച്ചോനെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ, അതല്ല വലിച്ചെറിയപ്പെടേണ്ടതാണോ എന്ന് ഞങ്ങൾ ഇങ്ങനെ കൺഫ്യൂസ്ഡായി നിൽക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിനാ, പടച്ചോനെ ഈമാനിനെ ഞങ്ങൾക്ക് പ്രേഷ്ടകരമാക്കി തരണേ തമ്പുരാനെ, അതിനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു ചാരു ചിത്രമാക്കി പരിവർത്തിപ്പിക്കണേ തമ്പുരാനെ. വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അല്ലാഹുവേ നന്ദികേട്, അല്ലാഹുവേ കാപട്യം, അല്ലാഹുവേ തിന്മകൾ, അതിനോടൊക്കെ ഞങ്ങൾക്ക് ദൂരം പാലിക്കാൻ, അതിനോടൊക്കെ ഒരു ജന്മസിദ്ധമായ വെറുപ്പ് ഞങ്ങൾക്ക് നീ കരിഞ്ഞരുടണേ തമ്പുരാനെ. വജഅൽനാ മിനർ റാഷിദീൻ, ഞങ്ങളെ സന്മാർഗികളിൽ ഉൾപ്പെടുത്തണേ നാഥ. നമ്മൾ മനമൊരുക്കിയിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ, ആ ഭരമേൽപ്പിക്കുന്ന അത്താണിയാകുന്ന തമ്പുരാന്റെ മുമ്പില് നമ്മൾ നമ്രശിരസ്കരായിട്ട് അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറയാൻ, നമ്മുടെ സങ്കടങ്ങൾ പറയാൻ ആ അത്താണിയാകുന്ന റബ്ബ് മുന്നിലുണ്ടെങ്കിൽ. പണ്ടൊരു സൂഫി പറഞ്ഞില്ലേ, എന്തിനാണ് ഞാൻ ഇങ്ങനെ ദാരിദ്ര്യത്തെ പേടിക്കുന്നത്? കോവിഡ് വന്ന സമയത്ത് ലോകത്തെ മില്യണേഴ്സും ബില്യണേഴ്സും ട്രില്യണേഴ്സും ഒക്കെ ഇങ്ങനെ കുത്തുപാളയെടുക്കുന്ന രംഗം കണ്ടപ്പോ വലിയ വലിയ റെപ്യൂട്ടഡ് ബിസിനസ് വെഞ്ചറുകളെ അതിങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് ഭൂമിയിൽ ചാരമായിട്ട് നാമം മാത്രം അവശേഷിക്കുന്ന നാമാവശേഷങ്ങൾ ആയപ്പോ ഇനി എവിടെയാണ് നമുക്കൊരു ഗ്യാരണ്ടി ഉള്ളത് എന്ന് പറഞ്ഞ് നമ്മള് നിക്കക്കള്ളിയില്ലാത്ത കാണാകയങ്ങളിലേക്ക് ഇങ്ങനെ മുങ്ങിത്താഴ്ന്നു പോയി പ്രതീക്ഷയൊക്കെ അസ്തമിച്ച ആളുകളായപ്പോഴും ആ മഹാനായ സൂഫിയുടെ തവക്കുലിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളിലേക്ക് പുതിയ വർണ്ണങ്ങളെ പതിച്ചു നൽകി. എന്താ മനുഷ്യൻ പറഞ്ഞത്? ഞാൻ എന്തിനാണ് ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നത്? ലോകത്തെ വമ്പൻ സ്രാവുകളൊക്കെ കുത്തുപാള എടുത്തിട്ട് അല്ലെ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ കണ്ടു